ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം VC നിയമനത്തിന് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരണ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കും. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലാണ് ഭേദഗതി ഉണ്ടാവുക. ശ്രീജിത്ത് തിരുവനന്തപുരം ചേരുന്നു. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ ഭേദഗതി കരട് കൊണ്ടുവന്ന് നിയമസഭയിൽ പാസ്സാക്കിയത് നിയമമാകണമെങ്കിൽ, ഭേദഗതി അംഗീകാരം വരണമെങ്കിൽ ഗവർണറുടെ സമ്മതം വേണ്ടേ? സുഹൈൽ, ഇപ്പോൾ ഓർഡിനൻസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഗവർണറുടെ സമ്മതം, ഗവർണറുടെ അംഗീകാരം ഇക്കാര്യത്തിൽ ഓർഡിനൻസിന് അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ നിയമസഭയിൽ പോകേണ്ട കാര്യമില്ല. നിയമസഭ രണ്ട് സഭ സമ്മേളിക്കാത്ത കാലത്താണ് ഇത്തരത്തിൽ ഓർഡിനൻസുകൾ ഇറക്കുന്നത്. ഇപ്പോൾ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേണ്ടിയാണ്. അടുത്ത കാലത്തുണ്ടായ കോടതി വിധികളുടെയും UGC നിർദ്ദേശങ്ങളുടെയും അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ ഭേദഗതി എന്നാണ് സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ മറ്റ് വിശദാംശങ്ങൾ ഈ വാർത്താക്കുറിപ്പിലില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സ്ഥിരം VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ്. നിലവിൽ 3 അംഗ സെർച്ച് കമ്മിറ്റിയായിരുന്നു ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനത്തിനായി ഉണ്ടായിരുന്നത്. ആ സെർച്ച് കമ്മിറ്റിയുടെ അംഗസംഖ്യ 3-ൽ നിന്ന് 5ആയി വർദ്ധിപ്പിച്ചു. അപ്പോൾ സർക്കാർ പ്രതിനിധികൾ അടക്കം വരുന്ന സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് സ്വാഭാവികമായും മേൽക്കൈ ലഭിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ ആഗ്രഹിക്കുന്ന അക്കാദമിഷനെ അല്ലെങ്കിൽ അക്കാദമിക് വ്യക്തിയെ VC ആക്കാൻ കഴിയുമെന്നതാണ് നിയമഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതുതന്നെ സാധ്യതപ്രായമാക്കുന്നതിനുള്ള നടപടിയുമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ സെർച്ച് കമ്മിറ്റിയുടെ അംഗസംഖ്യ 3-ൽ നിന്ന് 5ആയി വർദ്ധിപ്പിക്കുന്ന തീരുമാനം ഇതാദ്യമല്ല. നേരത്തെ സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിലും ഇതേ വ്യവസ്ഥകൾ കടന്നുകൂടിയിരുന്നു. ആ നിയമം ഗവർണർ രാജ്ഭവന് അയച്ചിരിക്കുകയായതുകൊണ്ട് ഇതുവരെ അത് പൂർണ്ണമായും നിയമമായിട്ടില്ല, നിയമമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഓർഡിനൻസിനും അതേ അവസ്ഥ വരുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഗവർണർ ഈ ഓർഡിനൻസിന് അംഗീകാരം നൽകിയാൽ മാത്രമേ ഇതിന് നിയമപരമായ സാധ്യതയുള്ളൂ. അത് തന്നെയാണ് ഓർഡിനൻസിന് കാലപരിധിയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സെലക്ട് ലിസ്റ്റിൽ നിന്ന് പോലും ആളെ എടുക്കാതെ കർക്കശ നിലപാട് സ്വീകരിച്ച ആളാണ് ഗവർണർ. അപ്പോൾ ഇത്തരത്തിൽ ഗവർണറുടെ ഒരു അധികാര പരിധി കൂടി കുറക്കുന്ന ഒരു ഓർഡിനൻസിന് സമ്മതത്തിനൊരു സാധ്യത നിലവിൽ നമ്മൾ കാണുന്നുണ്ടോ? നേരത്തെ ചാൻസലറുടെ VC നിയമനത്തിൽ ചാൻസലറുടെ അധികാരം കുറയ്ക്കുന്നതിന് വേണ്ടി സെർച്ച് കമ്മിറ്റിയുടെ അംഗസംഖ്യയിലക്കം അടക്കം മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർവകലാശാലാ നിയമത്തിൻ്റെ സമഗ്ര ഭേദഗതി സർക്കാർ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇതടക്കമുള്ള നിയമങ്ങൾ ഗവർണർ നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് ഗവർണർ അംഗീകാരം നൽകിയിരുന്നില്ല. മറിച്ച് അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ്. അത് കോടതി കയറിയ സംഭവമായിരുന്നു. എന്നാൽ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയുടെ വിധി വന്ന ശേഷം അത്തരം ഹർജികൾ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ വിധി സർക്കാരിനും ബാധകമാകുന്ന നിലയിലായിരുന്നു അത്തരം തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. കാരണം ചാൻസലർ എന്ന നിലയിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ VC നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം കുറയ്ക്കുന്ന തരത്തിലുള്ള ഇടപെടലാണോ ഇത് എന്ന സംശയം സ്വാഭാവികമായും രാജ്ഭവൻ ഉന്നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ രാജ്ഭവൻ ഈ കരട് ഓർഡിനൻസിന് അംഗീകാരം നൽകാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഗവർണർ ഇപ്പോൾ സംസ്ഥാനത്തില്ല. അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്താണ്. 10-ാം തീയതി മാത്രമേ രാജ്ഭവനിൽ തിരിച്ചെത്തുകയുള്ളൂ. ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾക്ക് സർക്കാർ ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് ഇറക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഈ ഓർഡിനൻസ് ഗവർണർ അംഗീകരിക്കുമെന്ന കാര്യത്തിലാണ് ആകാംക്ഷയുള്ളത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.